ഇന്ത്യൻ IT സെക്ടറിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കമ്പനിയായ HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 8% വർദ്ധിച്ച് 4307 കോടിയായി മാറി. കമ്പനിയുടെ റവന്യൂ 6% വർദ്ധിച്ച് 30,246 കോടിയായി രേഖപ്പെടുത്തി. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഗൈഡൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള വളർച്ച കമ്പനി കൈവരിച്ചു എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ പറയുന്നത്. കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 4.7% ഇയർ ഓൺ ഇയറിലും കമ്പനിയുടെ എബിറ്റ ഗ്രോത്ത് 18.3%വുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വർഷം കമ്പനിക്ക് ഏകദേശം $3 ബില്യൺ അടുത്തുള്ള പുതിയ ഓർഡറുകളും ഈ ക്വാർട്ടറിൽ കമ്പനിക്ക് ഏകദേശം $3 ബില്യൺ അടുത്തുള്ള പുതിയ ഓർഡറുകളും ലഭിച്ചിട്ടുണ്ട്. മാർക്കറ്റ് കണ്ടീഷൻസ് മോശമായിട്ടും സർവീസ് സെക്ടറിൽ കമ്പനി 0.7% വളർച്ച ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കൈവരിക്കുകയും ചെയ്തു. ഇനി HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഒരൽപ്പം വിശദമായി പരിശോധിക്കാം. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 6% വർദ്ധിച്ച് 28,499 കോടിയിൽ നിന്നും 30,246 കോടിയിലേക്ക് എത്തി. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടറിലെ റവന്യൂ ഗ്രോത്ത് 1.2%. 29,890 കോടിയിൽ നിന്നും 30,246 കോടിയിലേക്കാണ് റവന്യൂ ഉയർന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 2.9% വർദ്ധിച്ചപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 0.8% ഇടിയുകയാണ് ഉണ്ടായത്. ഇനി ഡോളർ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ 2% ഇടിഞ്ഞ് $3,498 മില്യൺ മാറുകയും ചെയ്തു. സർവീസ് സെഗ്മെൻറ്റിലെ കോൺസ്റ്റന്റ് കറൻസി ഗ്രോത്ത് 0.7% ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിൽ 2.7%വും വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ഇനി പ്രോഫിറ്റിലെ വളർച്ച നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 6.2% വർദ്ധിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രോഫിറ്റ് ഇടിയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 3,986 കോടിയുടെ പ്രോഫിറ്റായിരുന്നു കമ്പനി നേടിയത്. ഇപ്പോഴത് 4,307 കോടിയായി മാറിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രോഫിറ്റ് 4,591 കോടിയിൽ നിന്നും 4,307 കോടിയിലേക്ക് ഇടിഞ്ഞു. അതായത് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് 6.2% ഇടിയുകയാണ് ചെയ്തത്. പ്രോഫിറ്റ് ഇടിഞ്ഞതിന് സമാനമായിട്ട് തന്നെ എബിറ്റയിലും ഇയർ ഓൺ ഇയറിൽ വളർച്ചയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിവും സംഭവിച്ചു. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എബിറ്റ 5,018 കോടിയിൽ നിന്നും 5,442 കോടിയിലേക്കെത്തി. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എബിറ്റ 5,821 കോടിയിൽ നിന്നും 5,018 കോടിയിലേക്കെത്തി. ഇയർ ഓൺ ഇയറിൽ എബിറ്റയിൽ 8.4% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ എബിറ്റ 6.5% ഇടിഞ്ഞു. എബിറ്റ മാർജിൻ 17.6%-ൽ നിന്നും 18%-ലേക്ക് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 19.5%-ൽ നിന്നും 18%-ലേക്ക് എബിറ്റ മാർജിൻ ഇടിഞ്ഞു. ഇനി HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും മോശം നെഗറ്റീവ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് 2026 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗ്രോത്ത് ഗൈഡൻസ് കമ്പനി കുറച്ചതാണ്. HCL ടെക് മാത്രമല്ല TCSും ഇൻഫോസിസ് പോലുള്ള എല്ലാ കമ്പനികളും ഗ്രോത്ത് ഗൈഡൻസ് കുറച്ചിട്ടുണ്ട്. HCL ടെക്കിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് 2 മുതൽ 5%-ഓളം വളർച്ചയായിരിക്കുമെന്ന് കമ്പനിയുടെ മാനേജ്മെൻറ്റ് നിജപ്പെടുത്തുകയാണ് ചെയ്തത്. കൂടാതെ സർവീസ് സെക്ടറിലെ ഗ്രോത്ത് ഗൈഡൻസ് 5 മുതൽ 2%-അടുത്തും എബിറ്റ 18 മുതൽ 19%-ഓളം വളർച്ച കൈവരിക്കുമെന്നുള്ള ഗ്രോത്ത് ഗൈഡൻസാണ് 2026 ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. HCL ടെക്കിൻ്റെ അട്രീഷൻ റേറ്റ് 13%-അടുത്ത് തുടരുന്നു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 18 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 28 പേ ഔട്ട് ഡേറ്റ് മെയ് 6 ഇവിടെ ഈ വർഷം അതായത് 2025 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം HCL ടെക് എന്ന കമ്പനി 60 രൂപയാണ് ടോട്ടൽ ഡിവിഡൻറ്റായി നൽകിയിരിക്കുന്നത്. കൂടാതെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ നമ്മൾ പരിശോധിച്ചാൽ $2,995 മില്യൺ, അതായത് ഏകദേശം $3 ബില്യൺ അടുത്തുള്ള ടോട്ടൽ കോൺട്രാക്റ്റ് ഈ ക്വാർട്ടറിൽ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിൽ വർധനവുണ്ടായിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ $9,268 മില്യൺ ടോട്ടൽ കോൺട്രാക്റ്റാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. HCL ടെക് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. കൂടാതെ കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 20%-ലേറെ കറക്റ്റ് ആവുകയും ചെയ്തു. കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കിയാലും സ്റ്റോക്ക് 8%-ഓളം ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1430 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്.
സ്റ്റോക്ക് റീസെൻ്റ്ലി 1300 വരെ ഇടിയുകയും അവിടെ നിന്നും ബോട്ടം ലെവലിൽ നിന്നും ഒരു ബൈയിങ് ആരംഭിച്ച് സ്റ്റോക്ക് 1500 വരെ നീങ്ങുകയും ചെയ്തിരുന്നു. 1500-നടുത്ത് സ്റ്റോക്കിന് റെസിസ്റ്റൻസ് ഉണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1500-നടുത്തുള്ള റെസിസ്റ്റൻസ് സ്റ്റോക്ക് ഫീൽ ചെയ്യുകയും 1500-ന് താഴെ 1475-നടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ നിന്നും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ HCL ടെക് എന്ന സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ 1425 1430 എന്ന റേഞ്ച് ആയിരിക്കും ആദ്യ സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഈ സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടമാവുകയാണെങ്കിൽ 1350 ആയിരിക്കും അടുത്ത സപ്പോർട്ടായി പ്രവർത്തിക്കുക. 1500 1550 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിന് റെസിസ്റ്റൻസ് ഉണ്ട്. 1550-ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 1600 1625 എന്ന റേഞ്ചും സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് സോണാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.